പത്തനംതിട്ട അറിയാഞ്ഞിലിമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പമ്പാ നദിക്കക്കരെയുള്ള 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. റോഷ്നി, പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ശബരിമല വനമേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. ആ മഴയെ തുടർന്നാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലം അരയാഞ്ഞിലിമണ്ണാണ്. അരയാഞ്ഞിലിമൺ കോസ്വേയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കോസ്വേയുടെ മറുഭാഗത്തുള്ള അരയാഞ്ഞിലിമൺ നിവാസികൾ 400ഓളം കുടുംബങ്ങളാണ് അവിടെ കഴിയുന്നത്. ആ കുടുംബങ്ങളെല്ലാം ഈ കോസ്വേയിൽ വെള്ളം കയറിയത് മൂലം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അരയാഞ്ഞിലിമൺ നിവാസികളുടേത്. ഈ ഭാഗത്ത് ഒരു പാലം വേണമെന്നുള്ളത്. ഇവിടെ ആകെയുള്ളത് ഈ ഒരു കോസ്വേ മാത്രമാണ്. ഈ കോസ്വേയാണ് പമ്പാ നദിക്കും മറുകരയിലേക്കും ഇക്കരയിലേക്കും വരാൻ ആളുകൾ ഉപയോഗിക്കുന്നത്. അരയാഞ്ഞിലിമൺ പ്രദേശം എന്നുള്ളത് പെരുന്നാട് പഞ്ചായത്തിലും ഇതിൻ്റെ പമ്പാ നദിയുടെ മറുതീരം അത് വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തുമാണ്. ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ അരയാഞ്ഞിലിമൺ കോസ്വേ ഉള്ളത്. നമുക്കറിയാൻ കഴിയുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഒരു പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഭാഗത്ത് ഒരു പാലം വേണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അക്കരെയുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണ്? എല്ലാ വർഷവും ആളുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇക്കരെ കയറി എനിക്ക് നടക്കാനുള്ള സാഹചര്യം എനിക്ക് വന്നു. ഞാനിപ്പോൾ നടന്ന് കയറി വന്നെന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായ ഒരു കാര്യങ്ങളാണ്. എന്തെങ്കിലും ഇത് തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. നീന്തറിയാവുന്നവനാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ അത് വരുന്ന കുഴപ്പം. എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ആശുപത്രിയിലേക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ല. ഒന്നെങ്കിൽ എയറോപ്ലെയിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം. നിങ്ങൾ എല്ലാ വർഷവും അധികാരികളോട് പറയാറില്ല ഇവിടെ ഒരു പാലം വേണമെന്ന്? പറഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കും ഇതിൻ്റെ അത്? ഇത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾക്കാരോട് പറയാന്നല്ലാതെ പഞ്ചായത്ത് മെമ്പറുണ്ട്, അല്ലാതെ ആൾക്കാരുണ്ട്, ഇവർ മന്ത്രിമാരുണ്ട്, ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. അവർ പാലം കൊണ്ടുവരുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാലം. നമ്മുടെ സാധാരണ ഇങ്ങനെ പമ്പാ നദിയിൽ വെള്ളം ഉയരുമ്പോൾ എത്ര ദിവസം വരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും? 6-7 ദിവസം വരെ അതിന് മേളി. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രളയം വന്നപ്പം ഞങ്ങൾ 15-20 ദിവസത്തിന് മേളി ഞങ്ങൾ ഒറ്റപ്പെട്ടു. ആ ചേട്ടന് ഗുളിക മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നീന്തി കിടന്നാണ് ഞങ്ങൾ പോയത്. 2018 മുതൽ ഇത് നമുക്ക് മുന്നോട്ട് അനുഭവിച്ച് വരുന്നതുകൊണ്ട് നമ്മളത് നേരത്തെ ഇപ്പം മേടിച്ച് വെക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പാലം അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെ പോകും? അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കുഴപ്പം. 14,000 ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഞങ്ങൾക്ക് ഇത് മാത്രമേ ഈ ക്രോസ്വേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ വെളിനാടുമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർഗ്ഗവുമില്ല. അരയാഞ്ഞിലിമൺ നിവാസികളെ സംബന്ധിച്ച് അവരുടെ വലിയ വിഷമങ്ങളൊക്കെ ഇതാണ്. എല്ലാ വർഷവും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ അരയാഞ്ഞിലിമണിലുള്ള 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ നദിയിൽ വെള്ളം ഉയരുമ്പോൾ വലിയ തടികളൊക്കെ ഈ കോസ്വേയുടെ ഈ ഭാഗത്ത് വന്നടിയാറുണ്ട്. അതുപോലെ നാട്ടുകാരൊക്കെ ശ്രമിച്ചാണ് ആ കോസ്വേയിൽ നിന്നും വലിയ തടികളൊക്കെ മാറ്റുന്നത്. ഏതായാലും അരയാഞ്ഞിലിമൺ നിവാസികളുടെ ഏറ്റവും വലിയൊരു ആവശ്യമെന്നുള്ളത് ഇവിടെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. കക്കാട്ടാറിലെ മണിയാർ ബാരേജിൻ്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 5 ഷട്ടറുകളാണ് ഇവിടെയുള്ളത്. 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കക്കാട്ടാറിലും അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തീരനിവാസികൾക്കെല്ലാം ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 30 വരെ അതാത് വകുപ്പ് തല ഉദ്യോഗസ്ഥർ ജില്ലയിൽ തന്നെ തുടരണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.